നമസ്കാരം. ലേറ്റ് എഡിഷനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻ സി കണ്ണൻ. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. തെരഞ്ഞെടുപ്പ് ചർച്ചകൾ സജീവമാക്കി മുന്നണികൾ. ശബരിമല സ്വർണ്ണക്കൊള്ള ഉയർത്തിക്കാട്ടിയുള്ള പ്രചാരണം UDF-ന് ബൂമറാങ് ആകുമെന്ന് മന്ത്രി MP രാജേഷ്. LDF-ഉം UDF-ഉം ചേർന്ന് ശബരിമലയെ കൊള്ളയടിച്ചെന്ന് BJP നേതാവ് PS ശ്രീധരൻപിള്ള. കേരളത്തിൽ UDF അനുകൂല ട്രെൻഡെന്ന് മുസ്ലിം ലീഗ് നേതാവ് അബ്ദുറഹ്മാൻ രണ്ടത്താണി. 24 ചീഫ് എഡിറ്റർ R ശ്രീകണ്ഠൻ നായർ നയിച്ച സ്പെഷ്യൽ എൻകൗണ്ടറിൽ സംസാരിക്കുകയായിരുന്നു നേതാക്കൾ. പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. സ്പെഷ്യൽ എൻകൗണ്ടർ ആരംഭിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കളം നിറഞ്ഞോ എന്നായിരുന്നു 24 ചീഫ് എഡിറ്റർ R ശ്രീകണ്ഠൻ നായർ നയിച്ച സ്പെഷ്യൽ എൻകൗണ്ടറിന്റെ വിഷയം. സർക്കാരിന്റെ ക്ഷേമ പ്രവർത്തനങ്ങൾ മുൻനിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന LDF-ന് മൂന്നാം ഊഴം ഉറപ്പെന്ന് മന്ത്രി MP രാജേഷ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ UDF ഇപ്പോൾ പാരഡി ഗാനം പാടാത്തത് കോൺഗ്രസിന്റെ പങ്ക് വ്യക്തമാകുന്നതുകൊണ്ടാണെന്നും MP രാജേഷ്. ഇപ്പോ കോൺഗ്രസിന്റെ പങ്ക് കൂടുതൽ വ്യക്തമായിട്ട് വരികയാണ്. ഇനി ആരിലേക്കെല്ലാം എത്തുമെന്ന നിലയിൽ ഉള്ള ആധിയാണ് കോൺഗ്രസിനെയും UDF-നെയും ഒക്കെ നയിക്കുന്നത്. സ്വർണ്ണപ്പാളി എന്നത് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെയും UDF-നെയും തിരിഞ്ഞു കുത്താൻ പോകുന്ന ബൂമറാങ്ങാണ്. ഞങ്ങൾ അതിനെ കാത്തിരിക്കുന്നു. നിങ്ങൾ ചർച്ച ചെയ്യൂ, നമുക്ക് കാണാം. നരേന്ദ്രമോദി നയിക്കുന്ന യാത്രാ സംഘത്തോടൊപ്പം എത്തിച്ചേരാൻ കേരളം തയ്യാറായി കഴിഞ്ഞെന്ന് BJP നേതാവും മുൻ ഗവർണറുമായ PS ശ്രീധരൻപിള്ള. ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന ദേവാലയത്തെ നശിപ്പിക്കാനാണ് കേരള സർക്കാർ ശ്രമിച്ചത്. ശബരിമലയെ കൊള്ളയടിക്കുന്നതിൽ LDF-ഉം UDF-ഉം ഒരുപോലെ കുറ്റക്കാരെന്നും PS ശ്രീധരൻപിള്ള. ശബരിമല എന്നും കൊള്ളയടിക്കുന്നതിൽ ഈ രണ്ടുപേരും ഒരേപോലെ കുറ്റക്കാരാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭഗവാന്റെ കാര്യത്തിൽ സമർപ്പിതമായ സമീപനമുള്ളവർ, ആ സമർപ്പിത ജീവിതമുള്ളവർ, അതുകൊണ്ട് ശബരിമലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇഷ്യൂ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഉന്നയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. LDF-ഉം BJP-യും തമ്മിൽ അന്തർധാരയുണ്ടെന്നായിരുന്നു മുസ്ലിം ലീഗ് നേതാവ് അബ്ദുറഹ്മാൻ രണ്ടത്താണിയുടെ ആരോപണം. കേരളത്തിൽ UDF-ന് അനുകൂലമായ ട്രെൻഡുണ്ട്. സംസ്ഥാനത്തെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖല തകർന്നടിഞ്ഞെന്നും ഈ BJP-യും CPM-ഉം തമ്മിലുള്ള ഈ ഒരു ഇന്നറായിട്ടുള്ള ഒരു അന്തർധാരയുണ്ടോ എന്ന് കേരളം സംശയിക്കുന്നിടത്തേക്ക് കേരളം മാറുകയാണ്. പുറത്ത് ഇതുപോലെയുള്ള ചർച്ചകളിലൊക്കെ അവരത് പറയും. പക്ഷെ അവിടേക്കാണ് കേരളം പോകുന്നത്. ഏറ്റവും വലിയൊരു നേട്ടം ഞങ്ങൾ കാണുന്നത് ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ആ വിജയം ഞങ്ങൾ വലിയ പ്രതീക്ഷയായി കാണുകയാണ്. തുടക്കത്തിൽ സ്പെഷ്യൽ എൻകൗണ്ടറിനെ 3 നേതാക്കളും അഭിനന്ദിച്ചു. ശ്രീ SKN, ഞാൻ അങ്ങയെ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു. ടെലിവിഷൻ ചർച്ചകളെല്ലാം പോർവിളിയുടെ ഇടങ്ങളായിട്ട് മാറുമ്പോൾ വസ്തുതകൾ അറിയാനും ജനങ്ങളെ അറിയിക്കാനും ഉതകുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള ഷോ ആരംഭിച്ചത് നമ്മുടെ ടെലിവിഷൻ സംവാദത്തിൽ തന്നെ ഒരു വഴിത്തിരിവായി മാറും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇത്തരത്തിൽ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിന് എൻ്റെ പ്രിയ സുഹൃത്തായ താങ്കൾ ഇറങ്ങിപ്പുറപ്പെട്ട് നന്നായി. ഞാൻ താങ്കളെ ഹാർദമായി അനുമോദിക്കുന്നു. തിരഞ്ഞെടുപ്പിന് മുമ്പായി ഒരു തുടങ്ങുമ്പോൾ തന്നെ ഇതുപോലെയുള്ളൊരു മാധ്യമ ചർച്ചയ്ക്ക് വഴിയൊരുക്കി അങ്ങേ അഭിനന്ദിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് 24. നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ഒറ്റക്കെട്ടായി നേരിടാൻ കോൺഗ്രസ്. പാർട്ടിയിൽ അനൈക്യമുണ്ടെന്ന CPM പ്രചാരണത്തെ ടീം UDF എന്ന നിലയിൽ നേരിടുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പിന് മുൻപ് DCC KPCC സെക്രട്ടറി പുനഃസംഘടന വേണ്ടെന്നും ധാരണയായി. സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച പ്രാഥമിക ചർച്ചകൾക്കായി സ്ക്രീനിംഗ് കമ്മിറ്റി ഈ മാസം 12-ന് കേരളത്തിലെത്തും. നിശ്ചയദാർഢ്യവും കഠിനാധ്വാനവും ആത്മവിശ്വാസമാക്കി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങാനാണ് കോൺഗ്രസ് ലക്ഷ്യ 2026 നേതൃസംഗമത്തിലെ തീരുമാനം. UDF വെറുമൊരു മുന്നണിയല്ല, അധികാരം പിടിക്കാൻ പോകുന്ന മുന്നണിയാണെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രഖ്യാപനം. ഇടതു നയങ്ങൾക്ക് ബദലായി പുതിയ നയങ്ങൾ ആവിഷ്കരിക്കും. പ്രായോഗികമല്ലാത്ത ഒരു വാഗ്ദാനവും ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കേണ്ടതില്ലെന്നും തീരുമാനിച്ചിട്ടുണ്ട്. ഉജ്ജ്വലമായ ഭൂരിപക്ഷത്തോടെ 100-ലധികം സീറ്റോടുകൂടി UDF-നെ കേരളത്തിൽ അധികാരത്തിലേറ്റും. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ പാർട്ടി പുനഃസംഘടന വേണ്ടെന്ന ധാരണയിലെത്തിയത്. പരിമിതികൾക്കിടയിലും മികച്ച വിജയം സമ്മാനിച്ച DC അധ്യക്ഷന്മാരെ മാറ്റിയാൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് നേതൃത്വം വിലയിരുത്തുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്നവരെ DC അധ്യക്ഷന്മാരുടെ മാറ്റമുണ്ടാകില്ല. പുതിയ KP സെക്രട്ടറിമാരുടെ നിയമനവും തെരഞ്ഞെടുപ്പിന് ശേഷമേ ഉണ്ടാകൂ. അതിപ്പോൾ അത്യാവശ്യമായ സംഘടനാ ശാക്തീകരണം ഉണ്ടാകും. കൂടുതൽ ആളുകൾക്ക് ചുമതല കൊടുത്ത് മുന്നോട്ട് പോകും. ഈ മാസം ആദ്യം തന്നെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാൻ ലക്ഷ്യമിട്ടുള്ള നടപടികളും കോൺഗ്രസിൽ ആരംഭിച്ചിട്ടുണ്ട്. സ്ക്രീനിംഗ് കമ്മിറ്റി അധ്യക്ഷൻ മധുസൂദന മിസ്ത്രി ഈ മാസം 13-14 തീയതികളിൽ കേരളത്തിലെത്തും. സിറ്റിംഗ് MLA-മാർ അടങ്ങുന്ന പട്ടികയായിരിക്കും ആദ്യം പ്രഖ്യാപിക്കുക.
നിലവിലുള്ള MLA-മാരിൽ സുൽത്താൻ ബത്തേരിയെ പ്രതികരിക്കുന്ന IC ബാലകൃഷ്ണൻ, തൃപ്പൂണിത്തുറ പ്രതികരിക്കുന്ന K ബാബു എന്നിവർക്ക് സീറ്റ് ലഭിക്കാൻ സാധ്യതയില്ല. പീഡന പരാതിയിൽപ്പെട്ട പെരുമ്പാവൂർ MLA എൽദോസ് കുന്നപ്പള്ളിക്ക് വീണ്ടും സീറ്റ് നൽകുന്ന കാര്യത്തിൽ തീരുമാനം വൈകാൻ സാധ്യതയുണ്ട്. പെരുമ്പാവൂർ കോതമംഗലം സീറ്റുകൾ വെച്ചുമാറുന്നത് കോൺഗ്രസ് നേതൃത്വം പരിഗണിക്കുന്നതാണ് വൈകാൻ കാരണം. സുൽത്താൻ ബത്തേരിയിൽ നിന്ന് അഭിലാഷ് പള്ളിക്കരയ്ക്കൊപ്പം R. ശ്രീജിത്ത്, 24. തിരഞ്ഞെടുപ്പുകളിൽ ടേം വ്യവസ്ഥ പാലിക്കാത്ത നേതാക്കൾക്കെതിരെ മുസ്ലിം ലീഗ് പ്രവർത്തക സമിതിയിൽ രൂക്ഷ വിമർശനം. സീറ്റ് വേണമെന്ന് നിർബന്ധം പിടിക്കുന്നവരെ ക്ലീൻ ബൗൾഡ് ആക്കണം. ടേം വ്യവസ്ഥ പാലിക്കുന്നതിൽ CPI-യെ മാതൃകയാക്കണമെന്നും ലീഗ് യോഗത്തിൽ ആവശ്യമുയർന്നു. കോഴിക്കോട് ചേർന്ന മുസ്ലിം ലീഗ് പ്രവർത്തക സമിതി യോഗത്തിലാണ് സീറ്റും സ്ഥാനവും വിട്ടു നൽകാൻ മടിയുള്ളവർക്കെതിരെ വിമർശനമുയർന്നത്. താൻ തന്നെ തുടരുമെന്ന അഹങ്കാരം ആരും കൊണ്ടു നടക്കാൻ പാടില്ലെന്നും ഇത്തരക്കാരെ പാർട്ടി ക്ലീൻ ബൗൾഡ് ആക്കണമെന്നും മലപ്പുറത്ത് നിന്നുള്ള മുതിർന്ന നേതാവ് ആവശ്യപ്പെട്ടു. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയം മാതൃകയാക്കി പരമാവധി പുതുമുഖങ്ങളെ കൊണ്ടുവരാൻ ശ്രമിക്കണം. കുഞ്ഞാലിക്കുട്ടി ഒഴികെ മുഴുവൻ പേരും മാറട്ടെ എന്നും യോഗത്തിൽ അഭിപ്രായമുയർന്നു. ടേം വ്യവസ്ഥ പാലിക്കുന്നതിൽ CPI-യെ മാതൃകയാക്കണം. 2ഉം 3ഉം ടേം പൂർത്തിയായവർ പുതുതലമുറയ്ക്ക് വഴിമാറിക്കൊടുക്കുന്നതാണ് നല്ലത്. കിട്ടുന്ന എല്ലാ സീറ്റിലും മുസ്ലിം ലീഗ് മത്സരിക്കുകയല്ല വേണ്ടത്. വിജയസാധ്യതയുള്ള സീറ്റിൽ മത്സരിക്കണം. കോൺഗ്രസിന് വിജയസാധ്യതയുള്ള സീറ്റുണ്ടെങ്കിൽ അത് ലീഗ് വിട്ടു നൽകണം. ലീഗിന് സാധ്യതയുള്ള സീറ്റ് കോൺഗ്രസിൽ നിന്ന് ഏറ്റെടുക്കണം. മുന്നണി വിപുലീകരിച്ചാൽ ഇനിയും ലീഗിന് സീറ്റ് കുറയുമെന്നും യോഗം ആശങ്ക പ്രകടിപ്പിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലേക്ക് സജീവമായി ഇറങ്ങാനുള്ള മുന്നൊരുക്കം കൂടിയാണ് കോഴിക്കോട് പ്രവർത്തക സമിതിയിലൂടെ നടന്നത്. നിഖിൽ പ്രമേഷ്, 24, കോഴിക്കോട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സര സാധ്യത തള്ളാതെ BJP നേതാവും മുൻ ഗോവ ഗവർണറുമായ PS ശ്രീധരൻപിള്ള മുഴുവൻ സമയ അഭിഭാഷകനാകുമോ സ്ഥാനാർത്ഥിയാകുമോ എന്ന് വൈകാതെ അറിയാമെന്നും PS ശ്രീധരൻപിള്ള പറഞ്ഞു. 24 ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായർ നയിച്ച സ്പെഷ്യൽ എൻകൗണ്ടറിലായിരുന്നു പ്രതികരണം. മത്സരിക്കുന്ന കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ ഭാവിയെ സംബന്ധിച്ച് ഇപ്പോൾ ഗവർണർ സ്ഥാനം കഴിഞ്ഞു വന്നു. എൻ്റെ മുമ്പിൽ 2-3 ഓപ്ഷൻസ് ഉണ്ട്. അതിലേത് ഓപ്റ്റ് ചെയ്യണമെന്നുള്ള കാര്യം ഞാൻ തീരുമാനിച്ചിട്ടില്ല. കുറഞ്ഞ 1-2 ആഴ്ചക്കുള്ളിൽ ഞാനത് തീരുമാനിക്കും. ഞാൻ ഒരിക്കലും ഇന്ന് വരെ അധികാരം എൻ്റെ പാർട്ടിയിൽ നിന്ന്, എൻ്റെ പ്രസ്ഥാനത്തിൽ നിന്ന് ഞാൻ ചോദിച്ചിട്ടില്ല, ചോദിക്കുകയുമില്ല. CPIM കേന്ദ്ര കമ്മിറ്റി യോഗം ഈ മാസം 15-ന് തിരുവനന്തപുരത്ത് ചേരും. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പായിരിക്കും യോഗത്തിന്റെ പ്രധാന അജണ്ട. തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ നയിക്കാൻ പിണറായി വിജയനെ ചുമതലപ്പെടുത്തുന്ന തീരുമാനവും കേന്ദ്ര കമ്മിറ്റി പോളിറ്റ് ബ്യൂറോ യോഗങ്ങളിൽ ഉണ്ടാകും. MA ബേബി CPIM ജനറൽ സെക്രട്ടറി ആയ ശേഷം കേരളത്തിൽ നടക്കുന്ന ആദ്യത്തെ കേന്ദ്ര കമ്മിറ്റിയാണിത്. കേരളം, പശ്ചിമ ബംഗാൾ, അസം, പുതുച്ചേരി, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പിന്റെ തയ്യാറെടുപ്പുകളാണ് യോഗത്തിലെ പ്രധാന ചർച്ചാ വിഷയം. പാർട്ടി 10 വർഷമായി അധികാരത്തിലിരിക്കുന്ന കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിനായിരിക്കും പ്രാധാന്യം. അധികാരം നിലനിർത്തുക ലക്ഷ്യമിട്ടുള്ള ചർച്ചകളും തീരുമാനങ്ങളും 3 ദിവസം നീളുന്ന കേന്ദ്ര കമ്മിറ്റിയിലുണ്ടാകും. ഇടതുമുന്നണിയെ തെരഞ്ഞെടുപ്പിൽ ആര് നയിക്കുമെന്നത് സംബന്ധിച്ച ഔദ്യോഗിക തീരുമാനങ്ങളും യോഗത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. തുടർച്ചയായി 2 തവണ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ തന്നെയായിരിക്കും മുന്നണിയെ നയിക്കുക എന്ന് ഏതാണ്ട് ഉറപ്പാണ്. 2 ടേം നിബന്ധനയുടെ കാര്യത്തിൽ ഇളവ് നൽകുന്നതിലും കേന്ദ്ര കമ്മിറ്റിയുടെ മാർഗനിർദ്ദേശമുണ്ടാകും. കോൺഗ്രസും UDF-ഉം സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ആരംഭിച്ച സാഹചര്യത്തിൽ CPIM സ്ഥാനാർത്ഥികളെ നേരത്തെ പ്രഖ്യാപിക്കുന്നതിലും കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് ഇടപെടൽ പ്രതീക്ഷിക്കുന്നുണ്ട്. 24, തിരുവനന്തപുരം. തിരുവനന്തപുരം നേമത്ത് മത്സരിക്കാൻ ഇല്ലെന്നോ ഉണ്ടെന്നോ സ്വന്തമായി പ്രഖ്യാപിക്കാൻ തനിക്ക് അവകാശമില്ലെന്ന് മന്ത്രി V. ശിവൻകുട്ടി. നേമത്ത് LDF-ന് ശക്തനായ സ്ഥാനാർത്ഥി ഉണ്ടാകും. മണ്ഡലം LDF നിലനിർത്തും. നേമത്തെ സ്ഥാനാർത്ഥിയെ പാർട്ടിയാണ് തീരുമാനിക്കുകയെന്നും മന്ത്രി തൃശൂരിൽ പറഞ്ഞു. അത് അല്ലാതെ നേമത്ത് ഞാൻ ഇല്ലെന്നോ ഉണ്ടെന്നോ സ്വന്തമായി പ്രഖ്യാപിക്കാനുള്ള അവകാശം സംഘടനാപരമായും പാർട്ടിപരമായും എനിക്കില്ല. അത് തെറ്റായ ഒരു വാർത്ത അത് പറഞ്ഞതാണ്. ഞാൻ വീണ്ടും അത് എടുത്ത് ആ പറഞ്ഞ വാർത്ത ടെലിവിഷനിൽ വന്നത് റെക്കോർഡ് ചെയ്തെടുത്ത് നോക്കിയപ്പോൾ നേരിൽ കേൾക്കുമ്പോൾ അതിലൊരു പ്രശ്നം കാണുന്നില്ല. പക്ഷേ നിയമമെന്ന് പറഞ്ഞ ശേഷം നിർത്തിയ ശേഷം പറഞ്ഞപ്പോൾ ഒരു കൺഫ്യൂഷൻ ആ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടേ ഇല്ല. പാർട്ടിയാണ് അതിൽ നേമത്ത് മത്സരിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത്. നേമത്ത് മാത്രമല്ല, കേരളത്തിൽ LDF-ഉം CPIM-ഉം മത്സരിക്കുന്ന ഏത് മണ്ഡലത്തിലും സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതും മത്സരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതും ഞങ്ങളുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന കമ്മിറ്റിയും CPIM-ന്റെ സംസ്ഥാന കമ്മിറ്റിയുമാണ് തീരുമാനിക്കുന്നത്. കൊച്ചി ചെല്ലാനം ഹാർബറിൽ തീപിടുത്തമുണ്ടായി. ചവറകൂനയ്ക്കാണ് തീപിടിച്ചത്. ശ്രീലക്ഷ്മി പി. പിള്ള കൊച്ചിയിൽ നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. ശ്രീലക്ഷ്മി, ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? ഈ തീപിടുത്തം അത് അണയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? വിവരങ്ങൾ എന്താണ്?
പ്രജിന് ഇന്ന് രാത്രി 7 മണിയോടാണ് തീപിടുത്തം ഉണ്ടായത്. ചെല്ലാനം ഹാർബറിലെ ഫൈബർ വള്ളങ്ങൾ കത്തി നശിക്കുകയുണ്ടായി. അത് തീപിടുത്തം ഉണ്ടാവാൻ കാരണം ഹാർബറിനടുത്തൊരു പറമ്പിൽ കുട്ടികള് തീ കത്തിക്കുകയുണ്ടായി, മാലിന്യങ്ങൾ കത്തിക്കുകയുണ്ടായി. അത് പടർന്ന് ഫൈബർ വള്ളങ്ങളിലേക്ക് പടരുകയാണ് ചെയ്തത്. ലക്ഷങ്ങളുടെ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ തീ അണച്ചിരിക്കുകയാണ്. 5 ഫയർഫോഴ്സ് എത്തിയാണ് ഇപ്പോൾ തീ അണച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നതേ ഉള്ളൂ. പ്രധാനമായും പറയുന്നത് ആ പറമ്പിലുള്ള മാലിന്യങ്ങൾ കുട്ടികൾ കെടുത്തിക്കളഞ്ഞില്ല, വെള്ളം ഒഴിച്ച് കെടുത്തിക്കളഞ്ഞില്ല. അതിൽ നിന്നുണ്ടായ തീ പടർന്നാണ് ഈ ഫൈബർ വള്ളങ്ങളിലേക്ക് തീ പിടിച്ചതെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പ്രജിത്ത്, ശരി. ശ്രീലക്ഷ്മിയാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ആകാത്തതിൽ അതൃപ്തി പരസ്യമാക്കി ശാസ്തമംഗലം കൗൺസിലർ ആർ ശ്രീലേഖ വാർഡ് കൗൺസിലർ ആകാൻ അല്ല മത്സരിച്ചതെന്നും തെരഞ്ഞെടുപ്പിന് മുൻപ് തനിക്ക് മേയർ സ്ഥാനം വാഗ്ദാനം ചെയ്തിരുന്നുവെന്നും ശ്രീലേഖ പറഞ്ഞു. പ്രതികരണം വിവാദമായതോടെ മാധ്യമങ്ങളെ പഴിചാരി ശ്രീലേഖ രംഗത്തെത്തി. പറഞ്ഞത് വെറും കൗൺസിലറായിട്ടല്ല മത്സരിപ്പിക്കുന്നത്, ഒരു BJP പാർട്ടിയുടെ മുഖമായിരിക്കും ഇപ്രാവശ്യം ഞാൻ, എല്ലാവരും വിജയിപ്പിച്ചെടുക്കണം, അതുപോലെ മേയറായിട്ട് പരിഗണിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇലക്ഷൻ്റെ സമയത്തൊക്കെ അങ്ങനെ തന്നെ കേട്ടിരുന്നു. അതിനുശേഷം ഇങ്ങനെ മാറിയപ്പോൾ അതിനുള്ള കാരണം പാർട്ടിക്കുണ്ടായിരുന്നു എന്ന് തന്നെ ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു. തന്നെ മേയറാക്കാമെന്ന BJP നേതൃത്വം വാഗ്ദാനം നൽകിയിരുന്നെന്നും അവസാന നിമിഷം തീരുമാനം മാറിയെന്നുമാണ് ആർ ശ്രീലേഖ തുറന്നടിച്ചത്. പാർട്ടി പറഞ്ഞാലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്നും പ്രതികരണം. പാർട്ടി ഇതുവരെ നിർദ്ദേശിച്ചിട്ടില്ല, എനിക്ക് താല്പര്യമില്ല. പ്രതികരണം വിവാദമായതോടെ മാധ്യമങ്ങളെ പഴിചാരി ശ്രീലേഖ രംഗത്തെത്തി. പുറകെ നടന്ന് ശല്യം ചെയ്ത മാധ്യമങ്ങൾ കള്ളക്കഥ പ്രചരിപ്പിക്കുന്നു എന്നായിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആരോപണം. ശ്രീലേഖയുടെ പ്രതികരണത്തിൽ ഒന്നും പറയാതെ മേയർ VV രാജേഷ് ഒഴിഞ്ഞുമാറി. അങ്ങനെ ചില വാർത്തകളൊന്നും പറയുന്നത് കേട്ടു, ഞാൻ എൻ്റെ ശ്രദ്ധയിൽ അത് കാര്യമായിട്ട് വന്നിട്ടില്ല. ശ്രീലേഖയുടെ തുറന്നു പറച്ചിലിൽ BJP നേതൃത്വം ഇതുവരെയും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. റിനു ശ്രീധർ, 24, തിരുവനന്തപുരം. പുനർജനി പദ്ധതിയിൽ കൂടുതൽ പേർക്ക് കുരുക്കായി വിജിലൻസ് റിപ്പോർട്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശന് പുറമെ മണപ്പാട്ട് ഫൗണ്ടേഷനും CEOയ്ക്കെതിരെയും CBI അന്വേഷണം വേണമെന്നാണ് വിജിലൻസിന്റെ ശുപാർശ. ഇനി എത്ര അന്വേഷിച്ചാലും ഭയമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വ്യക്തമാക്കി. ഏത് അന്വേഷണത്തെയും നേരിടാൻ തയ്യാറെന്നായിരുന്നു മണപ്പാട്ട് ഫൗണ്ടേഷൻ CEO അമീർ അഹമ്മദിന്റെ പ്രതികരണം. പ്രതിപക്ഷ നേതാവ് VD സതീശനും മണപ്പാട്ട് ഫൗണ്ടേഷൻ CEO അമീർ അഹമ്മദും ചേർന്ന് നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായാണ് ക്രമക്കേടെന്നായിരുന്നു വിജിലൻസിന് ലഭിച്ച പരാതി. മണപ്പാട്ട് ഫൗണ്ടേഷൻ ഇത്തരത്തിൽ വിദേശ ഫണ്ട് സ്വീകരിച്ചതിന്റെ രേഖകളോ റെക്കോർഡുകളോ സൂക്ഷിച്ചിട്ടില്ലെന്നും FCRA ചട്ടത്തിന്റെ ലംഘനമാണെന്നും വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നു. മണപ്പാട്ട് ഫൗണ്ടേഷന്റെ ബാങ്ക് അക്കൗണ്ടിന്റെ വിവരങ്ങൾ പരിശോധിച്ചതിൽ അക്കൗണ്ടിലേക്ക് വന്ന പണവും അതിനായി നൽകിയ രേഖകളും തമ്മിൽ പൊരുത്തക്കേടുകൾ ഉള്ളതായി വിജിലൻസ് കണ്ടെത്തി. എത്ര വേണമെങ്കിലും അന്വേഷിക്കട്ടെയെന്നും തനിക്കെതിരെ ഒരു തെളിവുമില്ലെന്നും VD സതീശൻ. ഇനി എന്നിട്ടൊന്നും പോരാ, അന്വേഷിക്കണമെങ്കിൽ അന്വേഷിച്ചോന്നേ. ഞാൻ മുഖ്യമന്ത്രിയോട് അന്ന് വിജിലൻസ് അന്വേഷണം നടത്തിക്കോളാൻ ഞാൻ റിക്വസ്റ്റ് ചെയ്ത പോലെ ഇനി മുഖ്യമന്ത്രിക്കും അല്ലെങ്കിൽ ഗവൺമെന്റിനും ഇനി CPM-നും എന്നെ കൊണ്ട് CBI അന്വേഷിപ്പിച്ച് CBI-കാരെ കൊണ്ട് എന്നെ ചോദ്യം ചെയ്യിപ്പിച്ച് ഇനി CBI എന്നെ അറസ്റ്റ് ചെയ്യിപ്പിക്കണമെന്നാണ് ഇവരുടെ ആഗ്രഹമെങ്കിൽ ചെയ്തോ, ഒരു വിരോധമില്ല. വിദേശ വിനിമയ ചട്ടം ലംഘിച്ചിട്ടില്ലെന്നും ഇടപാടുകൾക്ക് കൃത്യമായ രേഖകളുണ്ടെന്നുമാണ് മണപ്പാട്ട് ഫൗണ്ടേഷൻ CEO അമീർ അഹമ്മദിന്റെ പ്രതികരണം. മണപ്പാട്ട് ഫൗണ്ടേഷന്റെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട് 20,000 പൗണ്ടാണ് ഈ വന്നിരിക്കുന്നത്. ഇത് ഞങ്ങൾ 1.1 കോടി രൂപ അവിടെ എല്ലാതും ചെലവാക്കിയിട്ടുണ്ട്. അതിൽ 20,000 പൗണ്ട് എന്റെ കണക്ഷനിലൂടെ ഞങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട്. അതിൽ വന്നിട്ടുള്ള പണം അത് FCRA വന്നിരിക്കുന്നത്. ഞങ്ങൾ വേറെ രജിസ്റ്റേർഡ് ഏജൻസി ഇൻ FCRA. 1% വ്യത്യാസം ആരെങ്കിലും കാണിച്ചു തന്നാൽ ഐ എം റെഡി ടു ഡു എനിത്തിങ്. അത്രേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. അത് അത്രമാത്രം സുതാര്യമാണ്. ഇതിലൊക്കെ വെറും പുകമറ സൃഷ്ടിക്കാന്നുള്ള ഇതിൽ ദർ ഇസ് അബ്സല്യൂട്ട്ലി നത്തിങ്. പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരായ അന്വേഷണത്തിൽ പ്രതിപക്ഷത്തിന് അങ്കലാപ്പെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. ശബരിമലയിലേതുപോലെയുള്ള കൊള്ളയാണ് പുനർജനിയിലെ കൊള്ളയെന്ന് മന്ത്രി V ശിവൻകുട്ടിയും പ്രതികരിച്ചു. CBI അന്വേഷണ ശുപാർശയിൽ മുഖ്യമന്ത്രിയാണ് തീരുമാനമെടുക്കേണ്ടത്. 24, തിരുവനന്തപുരം. പുനർജനി കേസിൽ ആരെയും കൊടുക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. നിയമപരമായ കാര്യങ്ങളാണ് സർക്കാർ സ്വീകരിക്കുന്നത്. കേസെടുത്ത് വേട്ടയാടുക എന്നത് UDF രീതിയാണെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ഞങ്ങൾ ആരെയും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല, അതല്ല അവരെ പരിപാടിയാണ്. പണ്ട് ലാവലിംഗ് കേസ് ഏറ്റവും അവസാനം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം കൊണ്ടുവന്നിട്ട് CBIക്ക് വിട്ടതാണല്ലോ, അത് അവരെ പണിയാണ്. ആ പണിക്ക് ഞങ്ങളില്ല. ഞങ്ങൾക്ക് കൃത്യമായിട്ട് നിയമപരമായിട്ട് കാര്യങ്ങൾ ഗവൺമെൻറ് ചെയ്തോട്ടെ. ഞാനതാ പറഞ്ഞത്. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഗവൺമെൻറ് എന്ത് നിലപാടാണോ സ്വീകരിക്കുന്നത് അതാണ് ഞങ്ങൾ അംഗീകരിക്കുന്നത്. അതിൽ ഞങ്ങൾക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. വെൽക്കം ബാക്ക്. ലീഡ് എഡിഷൻ തുടരുന്നു.
പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവിനെ തുടർന്ന് കൈ മുറിച്ചു മാറ്റേണ്ടി വന്ന 9 വയസ്സുകാരിക്ക് കൃത്രിമ കൈവയ്ക്കാൻ പണം നൽകുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. വനിതാ ശിശുവികസന വകുപ്പിന്റെ ബാലനിധിയിൽ നിന്ന് പണം അനുവദിക്കും. കൃത്രിമ കൈവയ്ക്കാൻ പണം നൽകാമെന്ന് പ്രതിപക്ഷ നേതാവ് അറിയിച്ചതിന് പിന്നാലെയാണ് സർക്കാർ നീക്കം. വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ വീണാണ് 9 വയസ്സുകാരി വിനോദിനിക്ക് കൈക്ക് പരിക്കു പറ്റുന്നത്. ആശുപത്രിയുടെ ഭാഗത്തു നിന്നുമുണ്ടായ ചികിത്സാ പിഴവിനെ തുടർന്ന് കഴിഞ്ഞ സെപ്റ്റംബർ 30-ന് കുട്ടിയുടെ കൈ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ച് മുറിച്ചുമാറ്റി. കൃത്രിമ കൈവയ്ക്കാൻ ആവശ്യമായ 7 ലക്ഷം രൂപ നൽകാനോ ചികിത്സ ഉറപ്പാക്കാനോ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നടപടിയുണ്ടായില്ല. തുടർന്ന് കുട്ടിക്ക് കൃത്രിമ കൈ വെച്ചു നൽകാമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ കുടുംബത്തെ അറിയിച്ചതിന് പിന്നാലെയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഇടപെടൽ. കൃത്രിമ കൈവയ്ക്കാൻ ബാലനിധിയിൽ നിന്നും ഫണ്ട് ലഭ്യമാക്കും. കുട്ടിക്ക് അടിയന്തരമായി ധനസഹായം നൽകേണ്ടതിന്റെ ആവശ്യകത പരിഗണിച്ച് മിഷൻ വാത്സല്യ മാർഗരേഖ പ്രകാരമുള്ള സ്പോൺസർഷിപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഉത്തരവ്. വാടക വീട്ടിൽ കഴിയുന്ന കുടുംബത്തിന് മകളുടെ ചികിത്സാ ചെലവ് താങ്ങുന്നില്ലെന്നും സഹായം ഉറപ്പാക്കണമെന്നും പലതവണ അധികൃതരെ അറിയിച്ചിരുന്നെങ്കിലും നടപടി ഉണ്ടായില്ലെന്ന് ആരോപണമുയർന്നിരുന്നു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് 2 ലക്ഷം രൂപ മാത്രമാണ് ഇതുവരെ കുടുംബത്തിന് ലഭിച്ചത്. 24 പാലക്കാട്. പത്തനംതിട്ട പന്തളം ആതിരമലയിൽ വളർത്തു നായ്കൾ കൂട്ടത്തോടെ ചത്തു. പല സ്ഥലങ്ങളിൽ നിന്നും കൊണ്ടുവന്ന നായ്ക്കളെ നോക്കാതെ വീട്ടുടമ വീട് പൂട്ടി പോവുകയായിരുന്നു. പട്ടിണി കിടന്ന് കുറെ നായ്ക്കൾ ചത്തുവെന്നും കുറെ നായ്ക്കൾ പുഴുവരിച്ച നിലയിലാണെന്നും നാട്ടുകാർ പറയുന്നു. ആതിരമലയിൽ വീട് വാടകയ്ക്കെടുത്താണ് 40-ലധികം നായ്ക്കളെ വളർത്തിയത്. പെട്ടെന്നൊരു ദിവസം വീട്ടുകാർ വീട് പൂട്ടിപ്പോയി. ദിവസങ്ങളോളം പട്ടിണി കിടന്ന നായ്ക്കളിൽ പലതും ചത്തു. ജീവനോടെയുള്ള പല നായ്ക്കളും പുഴുവരിച്ച് ചാകാറായ നിലയിലാണ്. നായ്ക്കളുടെ കുരയും ചത്തുപോയ നായ്ക്കളുടെ ദുർഗന്ധവും കാരണം പ്രദേശത്ത് ജീവിക്കാൻ കഴിയുന്നില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. പട്ടിയെ വളർത്തുന്നെങ്കിൽ അതിനുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാവണം. അതിന് കൂടെ കാര്യങ്ങളോ ഒന്നുമില്ലാതെ നാട്ടുകാർക്ക് എന്നും ബുദ്ധിമുട്ട് തന്നെ. ഈ ഒരു വീട്ടുകാരെ കൊണ്ട് സത്യം പറഞ്ഞാൽ നാട്ടുകാർക്ക് എന്നും ബുദ്ധിമുട്ട് തന്നെ. ഒരാഴ്ച കൊണ്ട് അതിന് ആഹാരം കൊടുക്കാതെ വീടും പൂട്ടി. അവരെ കോൺടാക്ട് ചെയ്യാൻ 2 നമ്പറുണ്ട്. ആ 2 നമ്പറിലും വിളിച്ചിട്ട് അവര് ഫോണും എടുക്കത്തില്ല, സ്വിച്ച് ഓഫ് ആണ്. നഗരസഭയെയും പോലീസിനെയും വിവരമറിയിച്ചെങ്കിലും ഇതുവരെ നടപടിയുണ്ടായിട്ടില്ല. മൃഗസംരക്ഷണ സന്നദ്ധ പ്രവർത്തകരായ ആരോയിലെ ജീവനക്കാരെത്തി കുറച്ച് നായ്ക്കളെ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റി. പുഴുവരിച്ചതും മുറിവേറ്റതുമായ നായ്ക്കൾക്ക് ചികിത്സ ഒരുക്കുമെന്നും സന്നദ്ധ സംഘടനയുടെ ആളുകൾ പറഞ്ഞു. താഴെ അവിടെ ഇവിടെ എല്ലായിട്ട് പട്ടികളെ ഒരുപാട് മുറിവായിട്ടും പുഴുവരിച്ച് കിടക്കുകയും അതുപോലെ തന്നെ ജീവനോടെ പുഴുവരിച്ച് കിടക്കുന്ന അവസ്ഥയിലാണ്. നിലവിലിപ്പം ഇതിനകത്ത് തീരെ ഇഞ്ചേർഡായിട്ടുള്ള തീരെ വയ്യാതെ കിടന്ന പട്ടികളെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടും പിന്നെ തൽക്കാല ഷെൽട്ടർ സൗകര്യം കൊടുത്ത് മാറ്റുന്നുണ്ട്. നായ്ക്കൾ വളർത്തിയ വീട്ടിൽ ഒരു സ്ത്രീയും പുരുഷനും മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇവരിപ്പോൾ എവിടെയാണെന്ന് ആർക്കും അറിയില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. 24 പത്തനംതിട്ട. മലപ്പുറം ചാലിയാർ പഞ്ചായത്തിൽ വില്ലേജ് ഓഫീസർ സ്റ്റോപ്പ് മെമ്മോ നൽകിയ കരിങ്കൽ ക്വാറിയിൽ അനധികൃത ഖനനം എന്ന് പരാതി. സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടും ക്വാറി വീണ്ടും പ്രവർത്തിക്കുന്നു എന്നാണ് ആരോപണം. നാട്ടുകാരുടെ ചോദ്യത്തോട് വകുപ്പുകളെ പഴിചാരുകയാണ് ഉദ്യോഗസ്ഥർ. ചാലിയാർ പഞ്ചായത്തിലെ അളക്കൽ വിജയപുരത്താണ് അനധികൃതമായി ക്വാറി പ്രവർത്തിക്കുന്നത്. പുള്ളിപ്പാടം വില്ലേജ് ഓഫീസർ 2 തവണ ക്വാറിക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നു. ഒരു തവണ കരിങ്കല്ലുമായുള്ള വാഹനം പിടിച്ചെടുക്കുകയും ചെയ്തു. പക്ഷേ ഖനനം ഇപ്പോഴും തുടരുന്നു. അതിരാവിലെയാണ് ഖനനം. വില്ലേജ് ഓഫീസിൽ നിന്ന് ഉദ്യോഗസ്ഥരെത്തുമ്പോഴേക്കും എല്ലാവരും കടന്നുകളയുകയാണെന്ന് വില്ലേജ് ഓഫീസർ ബീന. ഇവിടുന്ന് അവിടെ വരുമ്പോഴേക്കും അവർക്ക് വിവരം കിട്ടുകയാണേ. അതാണ് നമ്മൾ പറഞ്ഞത്. എല്ലാരും കൂടെ അവിടെ വണ്ടി തടഞ്ഞിട്ട് ഞങ്ങൾ വന്ന് പിടിക്കാം. ഇവിടെ വില്ലേജിലെല്ലാരും അവർക്ക് അറിയാം. അപ്പൊ അവർ അവിടെ ഇവിടെയൊക്കെ ആൾക്കാരെ നിർത്തിയിട്ടുണ്ടാവും. നമ്മളിവിടെ വരുമ്പോഴേക്കും അവർക്ക് അവിടെ അറിയാം. വില്ലേജ് ഓഫീസർ വാഹനം കസ്റ്റഡിയിലെടുത്തിട്ടും ഖനനം നടക്കുന്നത് എന്തുകൊണ്ടെന്നറിയില്ലെന്ന് പഞ്ചായത്ത് സെക്രട്ടറി സുനിത. ഇത് ഖനനം നിർത്തലാക്കേണ്ടത് വില്ലേജ് ഓഫീസറും അതിന് മേലുള്ള ആൾക്കാരെയാണ്. അവർ സ്റ്റോപ്പ് കൊടുത്ത് അതിന് നെക്സ്റ്റ് സ്റ്റേജ് അവർ ചെയ്യണം. വണ്ടി പിടിച്ചിട്ട് അവിടെ അത് നടക്കുന്നുണ്ടെങ്കിൽ അതില് ഞാൻ എന്താണ് അതിന് മറുപടി പറയാൻ? വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനമില്ലായ്മയാണ് അനുമതിയില്ലാഞ്ഞിട്ടും ക്വാറിയുടെ പ്രവർത്തനം തുടരാൻ കാരണമെന്നും ക്വാറി പ്രവർത്തിക്കുന്നതിന് പലരുടെയും പിന്തുണ ലഭിക്കുന്നതായും നാട്ടുകാർ ആരോപിക്കുന്നു. 24 മലപ്പുറം. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പാർക്കിംഗ് ഷെഡിൽ തീപിടുത്തമുണ്ടായ സംഭവത്തിൽ വിശദീകരണവുമായി റെയിൽവേയുടെ വൈദ്യുതി ലൈനിൽ നിന്നുണ്ടായ തീപ്പൊരിയാണ് അപകട കാരണം എന്ന വാദം റെയിൽവേ തള്ളി. തൃശൂർ കോർപ്പറേഷനിൽ നിന്ന് നോട്ടീസ് ലഭിച്ചില്ലെന്നും റെയിൽവേയുടെ സ്ഥലത്ത് നിർമ്മാണത്തിന് കോർപ്പറേഷന്റെ അനുവാദം ആവശ്യമില്ലെന്നുമാണ് റെയിൽവേയുടെ നിലപാട്. ഒരു 6:20 6:30 ഇതുണ്ടായത്. ഇലക്ട്രിക്കിന്റെ ഇത് പോണ്ടല്ലോ, മറ്റേ ട്രെയിൻ പോകാൻ വേണ്ടിയിട്ട് അതിൽ നിന്ന് ഒരു ചെറിയൊരു സ്പാർക്കിംഗ് ആണ് വീണത്. ഈ വണ്ടി നമ്മൾ മൂടില്ലേ,
കവറ്. ആ കവറ് മൂടണേ കവറിന്മേയാണ് ആ തീപ്പൊരി വീണത്. ഈ തീ പ്ലാസ്റ്റിക് അല്ല, ഇമ്മ തീ ആ കവർ ഊരി കളഞ്ഞാൽ മതിയായിരുന്നു. അതുണ്ടായില്ല. പെട്രോൾ ടാങ്ക് പൊട്ടി. റെയിൽവേയുടെ വൈദ്യുതി ലൈനിൽ നിന്നുണ്ടായ തീപ്പൊരിയാണ് അപകട കാരണമെന്ന വാദം അധികൃതർ തള്ളുകയാണ്. പാർക്കിംഗ് കേന്ദ്രത്തിലെ ഒരു വാഹനത്തിൽ നിന്നാണ് തീ ഉണ്ടായതെന്നും ഇത് പടർന്നുവെന്നുമാണ് വിശദീകരണം. ചട്ടം ലംഘിച്ചുള്ള നിർമ്മാണത്തിനെതിരെ തൃശൂർ കോർപ്പറേഷൻ നോട്ടീസ് നൽകിയെന്ന വാദവും റെയിൽവേ തള്ളി. റെയിൽവേയുടെ സ്ഥലത്തുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കോർപ്പറേഷന്റെ അനുമതി ആവശ്യമില്ലെന്നാണ് വിശദീകരണം. സംഭവസ്ഥലത്ത് CCTV ഉണ്ടായിരുന്നു. ഇത് നശിച്ചെന്നും ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചെന്നും റെയിൽവേ വ്യക്തമാക്കി. തീപിടുത്തത്തിൽ റെയിൽവേയുടെ ടവർ വാഗണ് കേടുപറ്റി. ഇത് ഉടൻ തന്നെ സ്ഥലത്തു നിന്ന് നീക്കി. യാത്രക്കാരുടെ സുരക്ഷ ലക്ഷ്യമിട്ടുള്ള മികച്ച പ്രവർത്തനമാണ് റെയിൽവേയും റെയിൽവേ പോലീസും നടത്തിയതെന്നാണ് വിശദീകരണം. സംഭവത്തിൽ പോലീസിന്റെയും റെയിൽവേയുടെയും അന്വേഷണം തുടരുകയാണ്. 24 തൃശൂർ. ഡൽഹി കലാപ ഗൂഢാലോചന കേസിൽ ഉമർ ഖാലിദിനും ഷർജിൽ ഇമാമിനും ജാമ്യമില്ല. പ്രഥമ ദൃഷ്ട്യാ പ്രതികൾക്കെതിരായ കുറ്റം തെളിഞ്ഞെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. കർശന ഉപാധികളോടെ കേസിലെ മറ്റ് 5 പ്രതികൾക്ക് ജാമ്യം നൽകി. 5 പ്രതികൾക്ക് ജാമ്യം നൽകുന്നത് കുറ്റകൃത്യത്തിന്റെ ഗൗരവം ഇല്ലാതാക്കില്ല എന്നും കോടതി നിരീക്ഷിച്ചു. ഡൽഹി കലാപ ഗൂഢാലോചന കേസിൽ ഉമർ ഖാലിദിന്റെയും ഷർജിൽ ഇമാമിന്റെയും പങ്ക് തെളിയിക്കുന്ന മതിയായ തെളിവുകൾ പ്രോസിക്യൂഷൻ സമർപ്പിച്ചിട്ടുണ്ട്. പ്രഥമ ദൃഷ്ട്യാ പ്രതികൾക്കെതിരെയുള്ള കുറ്റം നിലനിൽക്കുമെന്നും പ്രസ്താവിച്ചാണ് സുപ്രീം കോടതി ഇരുവരുടെയും ജാമ്യം നിഷേധിച്ചത്. കലാപം പെട്ടെന്നുണ്ടായ ഒന്നല്ലെന്നും കൃത്യമായ ആസൂത്രണത്തോടെ നടന്ന ഒന്നാണെന്നും കോടതി നിരീക്ഷിച്ചു. UAPA നിയമപ്രകാരമുള്ള ജാമ്യ വ്യവസ്ഥകൾ മറികടക്കാൻ ഇവർക്ക് സാധിച്ചിട്ടില്ലെന്നും കോടതി വിധിയിലുണ്ട്. കേസിലെ മറ്റ് 5 പ്രതികളായ ഗൾഫിഷ ഫാത്തിമ, മീര ഹൈദർ, ഷിഫ ഉർ റഹ്മാൻ ഉൾപ്പെടെയുള്ളവർക്ക് ജാമ്യം അനുവദിച്ച സുപ്രീം കോടതി കർശന ഉപാധികളാണ് ഏർപ്പെടുത്തിയത്. മുൻകൂർ അനുമതിയില്ലാതെ ഡൽഹി വിട്ട് പോകാൻ പാടില്ല. 2 ആൾജാമ്യവും 2 ലക്ഷം രൂപ വീതം ജാമ്യത്തുകയായി കെട്ടിവെക്കണം. വിചാരണ തീരും വരെ പരിപാടികളിലോ കൂട്ടായ്മകളിലോ പങ്കെടുക്കരുത് തുടങ്ങിയവയാണ് ഉപാധികൾ. വ്യവസ്ഥകൾ ലംഘിച്ചാൽ ജാമ്യം റദ്ദാക്കുമെന്നും സുപ്രീം കോടതി മുന്നറിയിപ്പ് നൽകി. R. അച്യുതൻ, 24 ഡൽഹി. ആറന്മുള അഷ്ടമിരോഹിണി വള്ളസദ്യ നിവേദിക്ക് മുൻപ് മന്ത്രിക്ക് സദ്യ വിളമ്പിയ സംഭവത്തിൽ പ്രായശ്ചിത്ത കർമ്മങ്ങൾ നടത്തും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് അനുമതി നൽകിയത്. തന്ത്രിയുടെ സമയം ലഭിക്കുന്ന മുറയ്ക്ക് പ്രായശ്ചിത്ത കർമ്മങ്ങൾ നടത്താൻ നിർദ്ദേശം നൽകി. മന്ത്രി VN വാസവനും മറ്റ് ബന്ധപ്പെട്ട VIP-കൾക്കും ആറന്മുള അഷ്ടമിരോഹിണി വള്ളസദ്യ നിവേദിക്കും മുൻപ് സദ്യ വിളമ്പിയത് വലിയ വിവാദമായിരുന്നു. ഇതിൽ ആചാരലംഘനം നടന്നെന്നും പ്രായശ്ചിത്തം ചെയ്യണമെന്നാവശ്യപ്പെട്ട് തന്ത്രി രംഗത്ത് വന്നിരുന്നു. ഇത് പ്രകാരം തന്ത്രി നിർദ്ദേശിച്ച പ്രായശ്ചിത്ത കർമ്മങ്ങൾ ചെയ്യാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അനുമതി നൽകി. നിവേദ്യം വിളമ്പിയതിൽ വള്ളസദ്യയുടെ നടത്തിപ്പുകാരായ പള്ളിയോട സേവാ സംഘത്തിന് വീഴ്ച സംഭവിച്ചെന്ന് ഭാരവാഹികൾ വിലയിരുത്തിയിരുന്നു. എത്രയും വേഗം പ്രായശ്ചിത്ത കർമ്മങ്ങൾ ചെയ്യണമെന്നായിരുന്നു തന്ത്രിയുടെ നിർദ്ദേശം. ക്ഷേത്രത്തിലെ കളഭത്തിന് മുൻപ് പ്രായശ്ചിത്തം നടത്തണമെന്ന് തന്ത്രി നിർദ്ദേശിച്ചെങ്കിലും ദേവസ്വം ബോർഡിന്റെ അനുമതി വേണമെന്ന് ഉദ്യോഗസ്ഥർ നിലപാടെടുത്തു. ഇതിലാണ് പ്രായശ്ചിത്തം നടത്താൻ ദേവസ്വം ബോർഡ് അനുമതി നൽകിയത്. തന്ത്രിയുടെ സമയം ലഭിക്കുന്ന മുറയ്ക്ക് ക്ഷേത്രത്തിൽ പ്രായശ്ചിത്ത കർമ്മങ്ങൾ ചെയ്യും. അകത്ത് ഒരു എണ്ണപ്പണം കിഴികെട്ടി നടക്കി വെക്കുക, പ്രദക്ഷിണം വെച്ച് നടക്കി വെക്കുക. പിന്നെ അകത്ത് ഒരു പറ അരിയുടെ നിവേദിക്കുക, അതായത് ഉടച്ചുകറി ഉൾപ്പെടെ ഒരു 10 പറ അരിയുടെ സാധനങ്ങൾ പുറത്ത് പബ്ലിക്കിന്, അതായത് ഭക്തജനങ്ങൾക്ക് വെച്ച് വിതരണം ചെയ്യുക. അതാണ് അത് പറഞ്ഞിരിക്കുന്നത്. ക്ഷേത്രോപദേശക സമിതിയും പള്ളിയോട് സേവാ സംഘവും നാട്ടുകാരും ചേർന്ന് ക്ഷേത്രത്തിന് വലം വെച്ച് ശ്രീകോവിലിന് മുമ്പിൽ പിടിപ്പണം സമർപ്പിക്കണം. അകത്ത് 1 പറ അരിയുടെ നിവേദ്യം ഭഗവാന് സമർപ്പിച്ച ശേഷം 10 പറ അരിയുടെ സദ്യ നൽകണമെന്നാണ് തന്ത്രി നിർദ്ദേശിച്ച പ്രായശ്ചിത്തം. തനിക്ക് സദ്യ വിളമ്പിയതിൽ ആചാരലംഘനമില്ലെന്നും വിവാദമാക്കുന്നതിന് പിന്നിൽ മറ്റു താൽപ്പര്യങ്ങൾ ഉണ്ടാകാമെന്നും മന്ത്രി അന്ന് പ്രതികരിച്ചിരുന്നു. 24 പത്തനംതിട്ട. ഇതോടെ ലൈറ്റ് എഡിഷൻ പൂർത്തിയാവുന്നു. നമസ്കാരം.